നിന്നിലലിയാൻ. രചന ആഷ്ലി. അവതരണം സാലിം കരുള. സോറിടാ പൊന്നൂസേ, ഗുഡ് നൈറ്റ് പറയാൻ പറ്റിയില്ല. ബീച്ചൊന്ന് വരാൻ ലേറ്റായല്ലോ കണ്ണാ. കുഞ്ഞിൻ്റെ തലയിൽ തൊലോടിവൻ പതിയെ പറഞ്ഞു. ഡേ കെയറിൽ നിന്നും വന്ന നീയെ കുഞ്ഞിനെ കുറച്ചു നേരം കിടത്തി തുറക്കും. എങ്കിലേ വീട് തിരികെ വരുന്ന സമയം അവൾ എഴുന്നേറ്റിരിക്കും. കുഞ്ഞിക്കവൻ തിരിച്ചു വരുന്നത് കണ്ടാലേ സമാധാനമാകും. അതുകൊണ്ട് മിക്ക ദിവസങ്ങളിലും കുഞ്ഞവളുടെ ബിച്ചുവരെ നോക്കിയിരിക്കും. നീയെ പിന്നെ വീണ്ടും വന്ന് അവനോടൊപ്പം ഇരുന്ന് അത്താഴം കഴിച്ചിട്ടേക്ക് കിടക്കും. കുഞ്ഞിപ്പെണ്ണിൻ്റെ നെറ്റിയിൽ ഒരു ഉമ്മ കൂടി കൊടുത്തവൻ ഫ്രഷ് ആകാൻ പോയി. കുളി കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ കഴിക്കാനും ഡൈനിങ് ടേബിൾ കണ്ടില്ല. അല്ലെങ്കിൽ അവൻ്റെ കുളി കഴിയുമ്പോഴേക്കും എല്ലാം റെഡിയാക്കി ടേബിളിൽ വെക്കും. നീയ ഈ നിശ്ചിത് എവിടെ പോയി? വീന് ചുറ്റുമൊന്ന് കണ്ണോടിച്ച് അവളെ തിരഞ്ഞു. അവൻ ബാൽക്കണിയിലേക്ക് നോക്കിയപ്പോൾ കണ്ടു അവിടെ ഇട്ടിരിക്കുന്ന ബെഞ്ചിലിരിക്കുന്നവൾ ദൂരെ എവിടെയോ നോക്കിയിരിപ്പാണ്. മനസ്സിവിടെ ഇല്ലെന്ന് അവളുടെ കണ്ണുകളിൽ നിന്ന് ഒഴുകുന്ന കണ്ണുനീരിൽ അവന് മനസ്സിലായി. ആഹാ, ഇവിടെ നിന്ന് നക്ഷത്രം എണ്ണി കളിക്കുവാണ്. ഞാനിത് എവിടേക്ക് തിരക്കി നിച്ചി? അവളുടെ അടുത്തായി വന്നിരുന്ന അവളുടെ തോളിലൂടെ കൈയിട്ട് തന്നിലേക്ക് ചേർത്ത് പിടിച്ചവൻ പറഞ്ഞു. ആ, നീ വന്നോ? ഞാൻ കണ്ടില്ലടാ. പെട്ടെന്ന് അവനെ കണ്ടതും ഒന്ന് ഞെട്ടിയ നീയ തൻ്റെ നിറഞ്ഞ കണ്ണുകൾ അവൻ കാണാതെ തുടക്കാൻ ശ്രമിച്ചു. തുടക്കേണ്ട, ഞാൻ കണ്ടു. അവൻ ഇത്തിരി ഗൗരവത്തിൽ പറഞ്ഞതും നീ അവനെ നോക്കി പുഞ്ചിരിച്ചു. ഏയ് ഒന്നുമില്ലടാ, ഞാൻ വെറുതെ ഓരോന്ന് ആലോചിച്ച് ചുമ്മാ ഇവിടെ ഇരുന്നതാ. എന്താടാവോ ഇതിന് മാത്രം ആലോചിച്ച് കൂട്ടിയത്? എനിക്കാണോ ഇനി ആലോചിക്കാൻ കാര്യങ്ങളില്ലാത്തത്? എൻ്റെ ജീവിതം തന്നെ അല്ലടാ ഒരു കുന്നോളം ആലോചിക്കാൻ. അവളൊരു പുഞ്ചിരിയോടെ അവനെ നോക്കി പറഞ്ഞു. എങ്കിലും അവളുടെ ഉള്ളിലെ വേദന ആ പുഞ്ചിരിയിൽ തെളിഞ്ഞ് കാണാമായിരുന്നു. എന്തിനാ നീച്ചി ഇങ്ങനെ പഴയതെല്ലാം മുതൽ സ്വയം ഇങ്ങനെ വേദനിക്കുന്നേ? മറന്നൂടാ നിനക്കെല്ലാം? മറന്നൂടാ അയാളെ? വിനുവിന് ദേഷ്യം വന്നു തുടങ്ങിയിരുന്നു. എന്ത് മറക്കാനാ വിനു? ഞാൻ എൻ്റെ ഇച്ഛാനെയോ? അതിന് ഞാൻ മരിക്കണം. ഒരിക്കലും അതിന് മുതിർന്നതാ ഞാൻ. നിനക്കറിയാലോ അത്. അന്ന് ഞാനങ്ങനെ ചെയ്യാതിരിക്കാനാവും? എൻ്റെ കുഞ്ഞിപ്പെണ്ണിനെ എൻ്റെ ഉള്ളിൽ ദൈവം എനിക്ക് തന്നത്. ഈ ഒരായുസ് മുഴുവൻ എനിക്ക് നിച്ചായനെ ഓർത്തിരിക്കാനാ. ഇച്ചായൻ്റെ രക്തത്തെ, ഇച്ചായൻ്റെ തനി പകർപ്പിന് എനിക്ക് തന്നത്. ഒരിക്കലും മറക്കില്ലടാ ഞാൻ. വെറുക്കാനും കഴിയില്ലടാ എനിക്കൊരിക്കലും. ഇന്ന് ഈ നിമിഷം മുന്നിൽ വന്ന് നിന്നാ ആ നെഞ്ചിലൊന്ന് ചായാൻ തോന്നെനിക്ക്. അത്രയും പറയുമ്പോഴേക്കും നീയുടെ ശബ്ദം വിടറിയിരുന്നു. വീണ്ടും നിറഞ്ഞു തുടങ്ങിയിരുന്നു നീയുടെ മേൽ. മതി, നിർത്തിക്കോ അയാളെ പറയുന്നത്. ഇങ്ങനെ സ്വയം ഓരോന്ന് പറഞ്ഞ് ഇങ്ങനെ വേദനിക്കുന്നത് കാണാൻ എനിക്ക് വയ്യ. പിന്നെ അയാൾ പ്രാണനെ പോലെ സ്നേഹിച്ച ഒറ്റ നിമിഷം കൊണ്ട് തള്ളിപ്പറഞ്ഞ അയാളെക്കുറിച്ച് എനിക്കൊന്നും കേൾക്കുകയും വേണ്ട. വിനുവിൽ വല്ലാതെ ദേഷ്യം വിരച്ചു കയറി. നീ അവനെ നോക്കി. മുഖമെല്ലാം ചുവന്നു തുടങ്ങിയവൻ്റെ. അവളെപ്പോഴൊക്കെയോ ആൽഫിയെക്കുറിച്ച് പറയുമ്പോഴും വിനു പൊട്ടിത്തെറിക്കും. അത്രയ്ക്ക് ദേഷ്യമാണ് വിനുവിന് ആൽഫിയോട്. ശരി, ഇനി ഞാൻ പറയുന്നില്ല. ഇനി അതിന് മുഖം കറുപ്പിക്കേണ്ട നീ. വലിഞ്ഞു മുറുകിയ മുഖവുമായിരിക്കുന്ന വിനുവിൻ്റെ കവളിലൊന്ന് പിച്ച് നീയെ പറഞ്ഞതും അവൻ അവളെ നോക്കിയൊന്ന് ചിരിക്കാൻ ശ്രമിച്ചു. എനിക്ക് വിശക്കുന്നുണ്ട് ദുഷ്ട, എന്നിട്ട് വാടാ നീ. ആ ബെസ്റ്റ്, എൻ്റെ പേര് കത്തുവാ. അപ്പോഴാണ് നിങ്ങൾ പന നെസ്ട്രോളജി അടിച്ചിരുന്നത്. ഇങ്ങോട്ട് എഴുന്നിട്ട് വാ. ചിരിച്ചുകൊണ്ട് അവളെയും പിടിച്ച് എഴുന്നേൽപ്പിച്ച് അവനകത്തേക്ക് പോയി. അവനോടൊപ്പം ഒരു ചിരിയോടെ ചേർന്ന് നീയും നടന്നു. തൻ്റെ ഗസ്റ്റ് ഹൗസിലെ മാസ്റ്റർ ബെഡ്റൂമിൽ കട്ടിലിരിക്കുകയാണ് ആൽഫി. തലയൊന്ന് ചിരിച്ചവൻ ആ ബെഡിലേക്ക് നോക്കി. ഈ മുറിയിൽ ഇപ്പോഴും അവളുടെ നിശ്വാസം നിറഞ്ഞു നിൽക്കുന്നതായി അവന് തോന്നി. അവളുടെ നെഞ്ചിൽ ചാഞ്ഞ് താൻ ആദ്യമായി ഉറങ്ങിയത് ഈ മുറിയിലാണ്. അതുപോലെ ആ രാത്രിയിൽ അവളുടെ സമ്മതം പോലും ഇല്ലാതെ അവൾ താൻ സ്വന്തമാക്കിയതും ഈ മുറിയിലാണ്. അത്രയും ഓർത്തതും ആൽഫിയുടെ നെഞ്ചിൽ വേദന നിറഞ്ഞു. കണ്ണുകൾ ഇറുകിയടച്ചവൻ കട്ടിലേക്ക് കിടന്നു. ശിവമുറിയിലേക്ക് വന്ന് നോക്കുമ്പോൾ ബെഡിൽ മലർന്നു കിടക്കുകയാണ് ആൽഫി. ഒരു കൈ തലക്ക് പിന്നിൽ വെച്ച് മറുകൈ നെറ്റിയിലും വെച്ചിട്ടുണ്ട്. അവൻ അടുത്ത് ചെന്ന് പതിയെ അവനെ വിളിച്ചു. ആൽഫി, ഡാ 2:30 ഫ്ലൈറ്റ്, മണി 1 വാ നമുക്ക് ഇറങ്ങാം. ശിവ പറഞ്ഞതും ഒന്ന് മൂളിക്കൊണ്ട് ആൽഫി എഴുന്നേറ്റു. ഇന്ന് ചെന്നൈക്ക് പോവുകയാണ് ആൽഫി. ശിവ അവൻ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്യാൻ പോവുകയാണ്. ചെന്നൈയിൽ നമ്മുടെ ഫ്ലാറ്റ് ക്ലീൻ ചെയ്ത് തരാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ. പിന്നെ എന്തെങ്കിലും ആവശ്യം വന്നാൽ ആ മുരുകനുണ്ടാവും അവിടെ. ഡ്രൈവ് ചെയ്യുന്നിടെ ശിവ പറഞ്ഞു. അപ്പോഴും അവനൊന്നും മൂളി എന്നല്ലാതെ തിരിച്ചൊന്നും പറഞ്ഞില്ല. ശിവ അവനെ നോക്കി പിന്നെ വണ്ടി മുൻപോട്ടെടുത്തു. ആൽഫി സീറ്റൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ചാരി കിടന്നു. അവൻ്റെ ഹൃദയം വല്ലാതെ മെഴുക്കുന്നുണ്ടായിരുന്നു. എന്തോ ഈ യാത്ര വെറുതെയാവില്ലെന്ന് അവനുള്ളം പറഞ്ഞുകൊണ്ടേയിരുന്നു. പിറ്റേന്നൊരു ഞായറാഴ്ചയായിരുന്നു. ഞായറാഴ്ചകളിൽ അടുത്തുള്ളൊരു പള്ളിയിൽ പോകാനും നീയ. അതുകൊണ്ട് എന്നത്തെയും പോലെ തന്നെ രാവിലെ എഴുന്നേറ്റ് പണി തീർക്കുകയാണ്. ഇന്ന് അവധിയായതുകൊണ്ട് തന്നെ ബിനുവിന് പോകേണ്ടായിരുന്നു. അവൻ നീയ രാവിലെ എഴുന്നേറ്റതും അവൻ്റെ മുറിയിൽ നിന്നും നീയുടെ മുറിയിലെത്തി കുഞ്ഞിപ്പെണ്ണിനെയും കെട്ടിപ്പിടിച്ച് കിടന്നുറക്കമായി. അതവൻ്റെ പതിവാണ്. നീ രാവിലത്തെ പണിയെല്ലാം ഒന്നൊതുക്കി പാലെടുത്ത് തിളപ്പിച്ച് ഫ്ലാസ്കിലാക്കി വെച്ചു. കുഞ്ഞിപ്പെണ്ണെങ്ങാനും എഴുന്നേറ്റാൽ അവളെ ഒന്ന് സമാധാനിപ്പിക്കാൻ അത് മതിയാവും.
അത് പിന്നെ നോക്കിക്കോളൂ. അവർ രണ്ടുപേരും എഴുന്നേൽക്കും മുമ്പ് ഒന്ന് പോയി വരണം. ഫ്ലാറ്റിൽ നിന്നും മെയിൻ ഡോർ മാറി 10 മിനിറ്റ് നടന്നാൽ പള്ളിയിലെത്തും. നീ വേഗം ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങി നടന്നു. വണ്ടികളുടെ തിരക്കൊഴിവാക്കാൻ ചെറിയ ഇടവഴിയിലേക്ക് കയറി നടന്നതും പ്രതീക്ഷിച്ച പോലൊരു വിളി അവളെ തേടിയെത്തി. നീയച്ചി! വിളി കേട്ടവൾ തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടു തനിക്കരികിലേക്ക് ഓടി വരുന്ന നിത്യയെ. നിത്യ മുരളി എന്ന നിത്യ അവളുടെ അയൽവാസിയാണ്. ഫ്ലാറ്റിൻ്റെ അടുത്തുള്ള വീട്ടിലാണ് അവളും അച്ഛനും താമസിക്കുന്നത്. നിത്യയും മെഡിക്കൽ സ്റ്റുഡൻ്റാണ്. വിനുവിൻ്റെ അതേ ബാച്ച്. വിനുവിനേക്കാൾ 3 വയസ്സ് ഇളയതാണ് നിത്യ. നിത്യയുടെ അച്ഛൻ മുരളിദാസ് റെയിൽവേയിലായിരുന്നു. പക്ക കോയമ്പത്തൂർ തമിഴൻ. അമ്മ നല്ല 1-ാം തരം കോട്ടയംകാരി അച്ചായിരുന്നു. ക്ലാര അവറാൻ ഇന്റർകാസ്റ്റ് ലവ് മാരേജ് ആയിരുന്നു അവിടെ. വിവാഹശേഷം ചെന്നൈയിൽ തന്നെ അവർ സെറ്റിലായി. നിത്യ +2 പഠിക്കുമ്പോൾ പനി വന്ന് ന്യൂമോണിയ കൂടി അവളുടെ അമ്മ മരിച്ചു. ക്ലാരയെ ഇവിടുത്തെ പള്ളിയിലാണ് അടക്കിയത്. പയ്യോട് നിത്യയെ, കാല് തട്ടണ്ട. ഓടി വരുന്ന പെണ്ണിനെ നോക്കി ചെറു പുഞ്ചിരിയോടെ പറഞ്ഞു. ഞാനും വരുമെന്ന് ചേച്ചിക്ക് അറിയാലോ, പിന്നെ എന്നെ അതിനങ്ങനെ സ്പീഡിൽ ഓടിപ്പോകുന്നേ. നീയൊക്കെ മുന്നിൽ വന്ന് നിന്ന് പെണ്ണ് മുഖം ചുളുക്കി ഒരു കിതപ്പോടെ പറഞ്ഞു. സോറി മോളെ, നിന്നെ മറന്നതല്ല. ഈ എഴുന്നേൽക്കാൻ ഇത്തിരി വൈകി. എൻ്റെ 2 കുഞ്ഞുങ്ങൾ എഴുന്നേൽക്കും മുമ്പ് എനിക്ക് തിരികെ വരാനുള്ളതാ. നീ ഒരു ചിരിയോടെ നിത്യയോട് പറഞ്ഞതും അവളും ഒരു ചിരിയോടെ നീയുടെ കയ്യിൽ തോന്നി. ആരുവരും ഒന്നിച്ച് പള്ളിയിലേക്ക് നടന്നു. ആൾത്താരക്ക് മുന്നിൽ മുട്ടുകുത്തി നിന്ന് കണ്ണുകളടച്ച ആ നിശബ്ദതയിൽ കുറച്ചു നേരം നിന്നു. നീ ഇങ്ങനെ തമ്പുരാന് മുന്നിൽ നിൽക്കുമ്പോൾ ഉള്ളിൽ തിരിച്ചു മറിയുന്ന കനലിന് കുറച്ച് ആശ്വാസം കിട്ടുള്ളൂ. തൻ്റെ പ്രയാസങ്ങളെല്ലാം ആ തിരുമുമ്പിൽ നിറകണ്ണുകളോടും പറഞ്ഞ് കുരിശു വരച്ചവൾ എഴുന്നേറ്റു. പള്ളിക്ക് വെളിയിലിറങ്ങി ഒന്ന് ചുറ്റും നോക്കി. നേരം പുലർന്നതേ ഉള്ളൂ. ചെറിയ മഞ്ഞിപ്പോഴും ഉണ്ട്. അതിന് നേരിയൊരു കുളിരും. അവളൊന്ന് സൈഡിലേക്ക് നോക്കി. വെളിയിലെ സെമിത്തേരിയിൽ തൻ്റെ അമ്മയുടെ കല്ലറക്കരികിൽ നിൽക്കുകയാണ് നിത്യം. ഈ ഒരാഴ്ചത്തെ വിശേഷം പറയുകയാണ് അവൾ അമ്മയോട്. നീ ഒരു ചിരിയോട് അവളെ ഒന്ന് നോക്കി. പള്ളിക്ക് മുന്നിലെ വലിയ സ്റ്റെപ്പുകൾ ഇറങ്ങി താഴേക്ക് നടന്നു. താഴെ വഴി സൈഡിൽ റോഡിനോട് ചേർന്നുള്ള മാതാവിൻ്റെ രൂപക്കൊണ്ട് മുന്നിലെത്തിയ അവൾ തലയിലേക്ക് ഷോൾ ഇട്ടുകൊണ്ട് കയ്യിലെ 3 വലിയ മെഴുകുതിരികൾ അവിടുത്തെ രൂപക്കൊണ്ട് മുന്നിൽ കത്തിച്ചു തുടങ്ങി. ചെന്നൈയിലെത്തിയപ്പോൾ മുതൽ വല്ലാത്തൊരവസ്ഥയിലായി നാല്. വെളുപ്പിനത്തിനെത്തിയെങ്കിലും ഒന്ന് കിടന്നിറങ്ങാൻ പോലും അവനായില്ല. എന്തൊക്കെയോ ഒരു അസ്വസ്ഥത അവനെ പിടിച്ചു. ഉറക്കം ഉപയോഗിച്ച് നേരം വെളുത്തു തുടങ്ങും മുമ്പേ തലവഴി ഒരു ഹൂടിയിട്ട് അവൻ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് നടന്നു. രാവിലത്തെ തണുപ്പടിച്ചപ്പോൾ ഉള്ളിലെ ചൂടിനൊരു ആശ്വാസമായതുപോലെ അവന് തോന്നി. കുറച്ചധികം മുന്നോട്ട് ചെന്നതും പള്ളിമണി മുഴങ്ങുന്ന ശബ്ദം അവൻ്റെ ചെവിയിലെത്തി. ആ നിമിഷം തലയൊന്ന് ചെരിച്ച് റോഡിനപ്പുറമുള്ള പള്ളിയിലേക്കൊന്ന് പാളി നോക്കി. അപ്പോൾ ആൽഫിയുടെ കണ്ണുകൾ ഉടക്കിയത് രൂപക്കൂടിന് മുന്നിൽ മെഴുകുതിരി കത്തിക്കുന്ന ഒരു പെണ്ണിലാണ്. ചുറ്റുമുള്ള മഞ്ഞ് കാഴ്ചയെ ചെറുതായി മറക്കുന്നുണ്ടെങ്കിലും അവൻ അവളെ ഒന്ന് കാണാനായി എത്തി നോക്കി. തിരിഞ്ഞു നിൽക്കുന്നതിനാൽ അവൻ അവളുടെ മുഖം കാണാൻ സാധിക്കുന്നില്ലായിരുന്നു. എങ്കിലും എന്തോ ഒരു ഉൾപ്രേരണ അവന് നിറഞ്ഞു. അവളെ നോക്കി ആ നിമിഷം അവൻ്റെ ഹൃദയമെടുപ്പ് ഉയരുന്നത് അവനറിഞ്ഞു. ചങ്ക് പിടക്കുന്നത് പോലെ വല്ലാത്തൊരു വെപ്രാളം അവൻ നിറയും. ഇവ അവൻ്റെ നാവ് പതിയെ മൊഴിഞ്ഞു. അവളാണ് അതൊന്നും അറിയില്ല. പക്ഷേ അവൾക്ക് വേണ്ടി മാത്രമേ തൻ്റെ ഹൃദയം ഇങ്ങനെ മിടിച്ചിട്ടുള്ളൂ. അവൻ തൻ്റെ നെഞ്ചിൽ കൈവച്ച് ഓർത്തു. പതിയവൻ്റെ കാലുകൾ യാദർച്ഛികമായി അവൾക്ക് അരികിലേക്ക് ചലിച്ചു. പെട്ടെന്നൊരു ഹോണ് കേടുന്ന് മാൽഫി അങ്ങോട്ട് നോക്കി. അപ്പോഴാണ് അവൻ റോഡിന് നടുവിൽ കാറിന് മുന്നിലായിട്ടാണ് നിൽക്കുന്നതെന്ന് അവന് മനസ്സിലായി. അവൻ കൈയുയർത്തി സോറി കാണിച്ചതും കാറുകാരൻ അവൻ്റെ മുൻപിൽ നിന്നു. ആൽഫി വേഗം പള്ളിമുറ്റത്തേക്ക് നോക്കി. ഇല്ല, അവിടെ ആരുമില്ല. അവളെ കാണാനില്ല. അവൻ ഓടി അവൾ നിന്നിരുന്ന രൂപക്കൊണ്ട് മുന്നിലെത്തി. കത്തിച്ചു വെച്ചിരിക്കുന്ന മെഴുകുതിരുന്നാളങ്ങൾ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അവൻ ആ തിരിക്ക് മുമ്പിൽ കൈകൾ കൂട്ടി. കാട്ടിത്തരില്ലേ അവളെ എനിക്ക്? തിരികെ തന്നൂടെ എൻ്റെ പെണ്ണിനെ? നിറകണ്ണുകളോടവൻ ചോദിക്കുമ്പോൾ അവൻ്റെ മുന്നിലെ ആ മാതാവിൻ്റെ തിരുരൂപത്തിന് ഭംഗിയുള്ളൊരു പുഞ്ചിരി ഉണ്ടായി. അവൻ കണ്ണുകൾ ഇറുകിയടിച്ചു. അപ്പോഴാ പള്ളിമുറ്റത്തു കൂടെ അവൻ നിൽക്കുന്നതിന് മുകളിലായി നിത്യയുടെ കയ്യും പിടിച്ച് വേഗത്തിൽ നടന്നകന്ന് പോകുകയായിരുന്നു അവൻ്റെ പെണ്ണ്. ആ നിമിഷം പള്ളിമണികൾ വീണ്ടും ഉയർന്നു കിടന്നും കണ്ണുകൾ അടച്ചു നിന്ന് ആൽഫിയുടെ മുഖത്തൊരു പുഞ്ചിരി നിറഞ്ഞു. താൻ ചോദിച്ചിരുന്നതോ മുകളിലിരിക്കുന്നവൻ കേട്ടതിൻ്റെ സന്തോഷമായിരുന്നപ്പോൾ പള്ളിയിൽ നിന്നിറങ്ങി നിത്യക്കൊപ്പം തിരികെ ഫ്ലാറ്റിലേക്ക് നടക്കുമ്പോൾ മനസ്സ് കൈവിടിയിൽ നിൽക്കുന്നുണ്ടായിരുന്നില്ല. നീ മാതാവിൻ്റെ രൂപക്കൊണ്ട് മുന്നിൽ നിൽക്കുമ്പോൾ തനിക്ക് പെടുന്ന അനുഭവപ്പെട്ട മാറ്റം ആരോ തന്നെ നോക്കി നിൽക്കുന്ന പോലെ തോന്നി. ക്രമാതീതമായി മിടിച്ച തൻ്റെ ഹൃദയം എന്തായിരിക്കും അത്? ആരെങ്കിലും നോക്കിയോ തന്നെ? അതോ താൻ ആഗ്രഹിച്ച ആ ആളുടെ സാമീപ്യമാണോ തനിക്കപ്പോൾ അടുത്ത് വന്നത്? ഏയ്, ഒരിക്കലും ആവില്ല. ഒരിക്കലും എന്നെ തേടി വരില്ല ആ നീലക്കണ്ണുകൾ. നീ വേദനയോടെ ഓർത്തു. എന്താ നീയച്ചി, എന്തൊറ്റി? കണ്ണ് നിറഞ്ഞിരിക്കുന്നല്ലോ. നീയുടെ നിറ കണ്ണുകൾ കണ്ട് നിത്യ അവളുടെ തോളിൽ പിടിച്ച് ചോദിച്ചു. ഏയ്, ഒന്നുമില്ല നിത്യ, അത് കണ്ണിലെന്തോ പോയതാ. കണ്ണുകൾ വേഗം തുടച്ച് പുഞ്ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു നീയ. നിത്യയും ഒന്ന് ചിരിച്ചു.
എന്തൊക്കെയോ വിഷമങ്ങൾ നീയുടെ ഉള്ളിൽ കൊണ്ടു നടക്കുന്നതെന്ന് നിത്യക്ക് അറിയാം. എങ്കിലും അവൾ ഇതുവരെ ഒന്നും അങ്ങോട്ട് ചോദിച്ചിട്ടില്ല. തിരികെ ഫ്ലാറ്റിലെത്തി ഡോറ് തുറന്നതും ബിനുവിൻ്റെയും കുഞ്ഞിപ്പെണ്ണിൻ്റെയും കളിച്ചിരി റൂമിൽ മുഴങ്ങി കേട്ടു. നിത്യയും നീയൊക്കെ ഉണ്ടായിരുന്നു. അവർ രണ്ടുപേരും പയ്യെ മുറിയിലേക്ക് കയറി നോക്കിയതും അവിടുത്തെ കാഴ്ച കണ്ട് നീയുടെ കണ്ണ് തള്ളി.